ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു ക്രോഷറ്റ് ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയ ക്രോഷറ്റ് ടേബിൾ റണ്ണർ ഉണ്ടല്ലോ, അത് എനിക്ക് ഒരാൾ ചെയ്തിട്ട് റാണി രാജീവ് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രോഷറ്റ് കുഷൻ കവറും രണ്ടും നല്ല സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു റാണി, എനിക്കിങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നതിന്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ ഒന്ന് അയച്ചു തരണം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയാലോ? എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം നമുക്കപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് തുടങ്ങാം അല്ലേ? ഞാനിത് 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുമ്പേ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കറക്റ്റായിട്ട് വരുന്നില്ലേ എന്നറിയാൻ വേണ്ടി 2 ചെയ്ത് നോക്കിയത്. നല്ല വൈബ്രൻറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് 3.5 mm നീഡിലാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൗണ്ട് ഫസ്റ്റത്തെ ഇത് ചെയ്യാൻ വേണ്ടി ഈ ഓറഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ കളറാണ്. ഇത് കോട്ടൺ യാണാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം അല്ലേ? ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. അത് എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് ഈ ഹോളിലേക്ക് കൂടി ഞാൻ ഇതുപോലെ സ്ഥിരം ചെയ്യുന്നത്. 1-2 രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 3.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ 4 ചെയിൻ ഇടണം. 1 2 3 4. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ 2 ചെയിൻ ഇടണം. 1 2. അതിന് ശേഷം യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നീഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ട് അവിടെ. 1 2 3. ഓക്കെ, അതിൻ്റെ 2 എണ്ണത്തിലേക്ക് കൂടി മാത്രം പുറത്തെടുക്കുക. പിന്നെ 2 എണ്ണം ബാക്കിയുണ്ടാവും. അതിന് ശേഷം അതിലേക്ക് കൂടിയും പുറത്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ചെയിൻ ഇടുക. അതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് എടുത്തതിന് ശേഷം 3 ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ 2 കൂടി എടുക്കുക. അതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് നീഡിൽ ഇതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 4 1 2 3 4 ലൂപ്പ് ഉണ്ടാവും. അതിൻ്റെ 2 കൂടി മാത്രം പുറത്തെടുക്കുക. ആദ്യം 2 ചെയിനിലേക്ക് കൂടി മാത്രം പുറത്തെടുക്കുക. അപ്പോൾ 3 എണ്ണം പിന്നെയും ബാക്കിയുണ്ട്. അതിന് ശേഷം ഈ 3 കൂടിയും പുറത്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ കിട്ടും. ഇവിടെ നമ്മൾ ചെയിന് 2 ഇട്ടത് കൊണ്ടാണ് ഇവിടെ 2 ലൂപ്പ് മാത്രമായത്. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ തന്നെയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ലാസ്റ്റ് 3 ലൂപ്പ് വന്നത്. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് എടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ട്. അതിൻ്റെ 2 കൂടി എടുത്ത് ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഇതിലേക്ക് കൂടി എടുക്കുമ്പോൾ 4 എണ്ണമായി. അതിൻ്റെ 2 കൂടി മാത്രം എടുക്കുക. അതിനുശേഷം 3 കൂടി എടുക്കുക. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇടുക. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഫസ്റ്റ് യാൺ ഓവർ ചെയ്ത് ഇതിലേക്ക് കൂടി എടുത്ത് ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി 2 കൂടി പുറത്തെടുത്ത് അതിനുശേഷം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഹോളിലേക്ക് നീഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. അതിൻ്റെ ആദ്യം 2 കൂടി മാത്രം എടുത്ത് പിന്നെ 3 ലൂപ്പ് ബാക്കി ഉണ്ടാവും. പിന്നെ അത് 3 കൂടി ഒരുമിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെയുള്ള 8 ഡബിൾ ക്രോഷ്യാണ് ഇവിടെ വേണ്ടത്. ഇതുപോലെ 8 എണ്ണമാണ് ഇവിടെ വേണ്ടത്. അത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ 8 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുക വേണ്ടത്. ഓക്കെ, ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ ചെയ്തിട്ടില്ലേ 2 ചെയിൻ ഫസ്റ്റ് ചെയ്ത് അതിൻ്റെ രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ ജോയിൻ ചെയ്യാം.
ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്ന. കട്ട് ചെയ്തിട്ട് നമുക്കിത് ബാക്കിലേക്ക് ടൈറ്റാക്കി കൊടുക്കണം. ഫസ്റ്റ് റോ ആയിട്ടുണ്ട് നമ്മളത്. ഇനി അടുത്തത് ഞാൻ വൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഒരു ചെയിനിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയെല്ലാം 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം മുഴുവനായിട്ട്, ഈ ഓരോ ഗ്യാപ്പിലും. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണേ. ഓക്കെ, 1 2. ഇനി 2 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യണം. 1 2 2 ചെയിനും 2 ഡബിൾ ക്രോഷ്യയും 3 എണ്ണമായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ ഒരു ചെയിൻ ഇട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഒരു ചെയിൻ. അതുപോലെ ഇവിടെ ഈ എല്ലാ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെയ്ത 2 ചെയിനിലെ മുകളിലുള്ള ചെയിനിലേക്ക് നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്യാം. ഇനി ഇതും കട്ട് ചെയ്ത് വിട്ടിട്ട് ഞാൻ അടുത്തത് റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും കട്ട് ചെയ്ത് വിട്ട് ബാക്കിൽ ടൈറ്റാക്കി കൊടുക്കണം, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. അടുത്ത ലെയർ ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡ് യാണ് വെച്ചിട്ടാണ്. ഇതും ആക്രിലിക് യാണാണ് കേട്ടോ. അപ്പം ഈ ഗ്യാപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം രണ്ട് ചെയിൻ ഇടുക. ഓക്കെ, 2 ചെയിന്, അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യ. 1 2. ഇപ്പം 3 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത 2 ചെയിനും അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യയും. അതിനുശേഷം 2 ചെയിൻ ഇട്ടതിന് ശേഷം 2 ചെയിൻ ഇടുക. 1 2. വൈറ്റ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക്കുള്ള ഡബിൾ ക്രോഷ്യയിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നടുക്കുള്ള ഡബിൾ ക്രോഷ്യയിലേക്ക്. ഓക്കെ, ഇവിടത്തേക്ക്. ഓക്കെ, ഒന്നുകൂടി ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും 2 ചെയിൻ എടുക്കുക. 2 ചെയിന്, പിന്നെ ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ. 1 ഓക്കെ, അതിനുശേഷം വീണ്ടും 2 ചെയിന്, ഈ നടുക്കുള്ള ഡബിൾ ക്രോഷ്യയിൽ സിംഗിൾ ക്രോഷ്യ. യാൺ ഓവർ ചെയ്യുന്നില്ല കേട്ടോ, യാൺ ഓവർ ചെയ്യാതെ സിംഗിൾ ക്രോഷ്യ, അതാണ് സിംഗിൾ ക്രോഷ്യ. 1 ഇത് ഒന്നുകൂടി ചെയ്യണം. 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ഈ 3 വൈറ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ചെയ്യണം, 3 എണ്ണത്തിൻ്റെ മേലെ. ഇനി അടുത്തത് വീണ്ടും 2 ചെയിന്, ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ. ഇനി ബാക്കി ഇവിടെ മുഴുവൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി റെഡ് വെച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ ഈ കാണുന്ന ഇത് തികച്ചും ചെയ്യുന്നത് റെഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്ന് ചെയ്യാം. അടുത്ത റോ ചെയ്യുന്നത് 5 ഡബിൾ ക്രോഷ്യാണ്. ഈ 3 എണ്ണം ചെയ്തതിൻ്റെ മേലെ ചെയ്യുന്നത് 5 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ആദ്യം നമുക്ക് ചെയിന് 1 2 ചെയിനിട്ട് തുടങ്ങാം. അപ്പോൾ 5 എണ്ണം ചെയ്യണം, 5 എണ്ണം. ഇനി അടുത്ത ഞാൻ ചെയ്യുന്നത് ഈ 2 എണ്ണത്തിൻ്റെ നടുക്ക് ഇവിടെയാണ് ചെയ്യുന്നത്, 2 എണ്ണത്തിൻ്റെ നടുക്ക് ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, 5 എണ്ണം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കത്
ഇവിടെ 2. ഓക്കെ, ഇനി മൂന്നാമത്തത് ഞാൻ ഈ നടുക്കുള്ള ക്രോഷ്യ, ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ചെയ്യുന്നത്. ഇപ്പോൾ 3 എണ്ണമായിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട ഇപ്പുറത്തെ ഗ്യാപ്പിൽ, 3ൻ്റെ തൊട്ട ഇപ്പുറത്തെ ഗ്യാപ്പിലാണ് അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 4 എണ്ണമായില്ലേ. ഇനി ലാസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 5-മത്തത് ചെയ്യുക. 5. ഓക്കെ, കണ്ട. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയിനിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ചെയിനിട്ടത്, അതിൻ്റെ തൊട്ട ഇപ്പുറത്തുള്ള ഗ്യാപ്പിൽ 2-മത്തത് ചെയ്ത്, താഴെയുള്ള 2-മത്തെ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 3-മത്തത് ചെയ്ത്, അതിൻ്റെ തൊട്ട ഇപ്പുറത്തുള്ള ഗ്യാപ്പിൽ 4-മത്തത് ചെയ്ത്, ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മേലെ 5-മത്തത് ചെയ്ത്. അപ്പോൾ 3, 5. ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം 2 ചെയിന്, അതിനുശേഷം സെയിം ഈ ചെയ്തത് ഇതിൻ്റെ മേലെയും ചെയ്യുക. ഈ വരുന്ന 3 ഡബിൾ ക്രോഷ്യയുടെ മേലെയോ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇട്ടതിന് ശേഷം. അപ്പോൾ ഇനി 2 ചെയിൻ ഇടുക. അതിനുശേഷം ഈ ചുറ്റും കാണുന്ന ഇതിൻ്റെ 3 ഡബിൾ ക്രോഷ്യയുടെ മേലെ 5 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഇനി ഇവിടെ എത്തിയിട്ട് കാണിക്കാം. 2 ചെയിൻ ഇട്ട് ഇനി ഫസ്റ്റ് നമുക്കിതാ ഇവിടെ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത ലെയർ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഇവിടെ 5 അല്ലേ ചെയ്തത്, ഇനി ഇതിൻ്റെ മുകളിൽ 7 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ഇവിടെ ചെയ്തെടുക്കുക, 2 ചെയിൻ ഇടുക. അതിനുശേഷം അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 2 എണ്ണമായല്ലോ ഒരു സ്ഥലത്ത്. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മേലെ ഇവിടെ അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 3 എണ്ണമായി. ഓക്കെ, ഇനി ഈ അടുത്ത് വരുന്ന 2ൻ്റെ മേലെയും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ലാസ്റ്റത്തിൻ്റെ മേലെ 2 എണ്ണം ചെയ്യുക. അപ്പോൾ 2, 3, 4, 5, ഈ ലാസ്റ്റത്തത് 6, 7 എണ്ണമായി. 5ൻ്റെ മേലെ 7 എണ്ണാവും. അപ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, 2, ഇപ്പോൾ 4 എണ്ണമായി. 4, 5, ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ 2 എണ്ണം, 6, 7. ഓക്കെ, 7. ഓക്കെ, ഇപ്പോൾ 3, 5, 7. ഫസ്റ്റും ലാസ്റ്റും ഉള്ള ഡബിൾ ക്രോഷ്യയുടെ മേലെ 2 എണ്ണം വീതം ചെയ്യുക. അപ്പോൾ 2, 4, 6, 1, 7. ഇത് അതിനുശേഷം 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടതിന് ശേഷം സെയിം ഇത് തന്നെ ഈ വരുന്ന എല്ലാ 5ൻ്റെ മേലെയും, ഈ കാണുന്ന 5ൻ്റെ മേലെ ഈ സെയിം തന്നെ 2 ചെയിൻ ഇട്ടതിന് ശേഷം 7 എണ്ണം ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ഇത് മുഴുവൻ അത് തന്നെ ചെയ്യുക. അത് ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. എത്തിയിട്ടുണ്ട് 2 ചെയിന്. ഇനി ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ 9 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 1, 2 ചെയിൻ ഇടുക. അതേ സ്ഥലത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. ഇപ്പം 2 എണ്ണമായി. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ മേലെ 1, 3, 4, 5, 6, 7. ഈ ലാസ്റ്റത്തതിൻ്റെ മേലെ 2 എണ്ണം, 8, 9. അപ്പം 2, 4, 6, 1, 7, 8, 9. ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് വരുന്ന ഡബിൾ ക്രോഷ്യയുടെ മേലെ 2 ഡബിൾ ക്രോഷ്യ.
ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം 2 ചെയിൻ പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. 2 ചെയിൻ ഫസ്റ്റത്തെ ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഈ 9 ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മേലെ 11 ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്ഥലത്ത് 2 ചെയിന്, ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ നേരത്തെയൊക്കെ കാണിച്ച പോലെ തന്നെ. അതിനുശേഷം ഇനി വരുന്ന ഇവിടെയെല്ലാം ഈ എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ 2 എണ്ണം ചെയ്യുക. ഫസ്റ്റിലും ലാസ്റ്റത്തിൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 2, 4, 6, 8, 10, 11 2 ചെയിൻ ഇട്ടതിന് ശേഷം ഇനി ഇത് കംപ്ലീറ്റ് ഇവിടെ മുഴുവൻ ഇവിടെ 2 ചെയിൻ ഇട്ട് 11, 2 ചെയിൻ ഇട്ട് 11 ഇത് മുഴുവൻ ഇനി ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം 3, 5, 7, 9, 11 ഓക്കെ. 1, 2, 3, 4, 5, 6, 7 റോയാണ് ഇതുള്ളത്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഇവിടെ കാണിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അതാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത റോ. നമുക്ക് അത് ചെയ്യാമല്ലേ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെയിൻ ഇടുക. ഓക്കെ, അതിനുശേഷം 1, 2, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അവിടേക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിൽ 1, 2, 3 മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് ഞാനിപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 4 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. 5 ഡബിൾ ക്രോഷ്യയാണ് മൊത്തം ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 5 ഡബിൾ ക്രോഷ്യ. 2, 3, 4, 5 ഓക്കെ, 5 ഇപ്പം 5 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അതേ ഗ്യാപ്പിൽ തന്നെ ഇവിടെ അതേ സ്ഥലത്ത് നമ്മളിപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് അവിടെ തന്നെ വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ആർച്ച് പോലെ കിട്ടിയില്ലേ. ഇനി ഇപ്പോൾ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത 1, 2 മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിൽ ഇത് ഇവിടെ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഈ 10 എണ്ണം ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള 1, 2 മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത മൂന്നാമത്തെ ഇവിടെയല്ല ഇട്ടത് 1, 2 മൂന്നാമത്തെ ഇതിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ഒരു ചെയിന് 5 ഡബിൾ ക്രോഷ്യ ഇതേപോലെ ചെയ്യുക. ഇനി ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തല്ലോ. ഇനി നമുക്ക് ഇവിടെ സിംഗിൾ ക്രോഷ്യ ഓക്കെ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ഒന്നുകൂടി കാണിച്ചു തരാം.
ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് അതിനുശേഷം യാൺ ഓവർ ചെയ്യുന്നില്ല, സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓക്കെ, 1 2. ഓക്കെ, 2. ഇനി നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 5 ഡബിൾ ക്രോഷ്യ നേരത്തെ ചെയ്തല്ലോ, 5 ഡബിൾ ക്രോഷ്യ ഇതാ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ 1 2 മൂന്നാമത്തതിൻ്റെ മേലെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക. 1 2 മൂന്നാമത്തേൻ്റെ ഇത് ഇവിടെ. ഓക്കെ, ഇതാ ഇവിടെ. ഇനി അടുത്ത 1 2 മൂന്നാമത്തേലേക്ക് നമ്മൾ വീണ്ടും നേരത്തെ കാണിച്ചതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 5 ഡബിൾ ക്രോഷ്യ. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ 5 ചെയ്യുന്നെടുക്കുക, 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ വേണ്ടത് 7 ഡബിൾ ക്രോഷ്യ വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോൾ 5 ചെയ്യുന്നെടുക്കുക, നമ്മൾ 4 ആയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പം കറക്റ്റ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം ചെയ്യുന്നതിനനുസരിച്ച്. അത് നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് അത് മുഴുവനായിട്ട് അഴിക്കണം. ഞാൻ ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ അഴിച്ചഴിച്ച് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളത്. ഓക്കെ, 5 ചെയ്ത് ഇനി ഈ ലാസ്റ്റത്തെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്ത്. ഓക്കെ, ഇവിടെ കാണിച്ചതുപോലെ നമ്മളിനി ഇവിടെ സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. ഇതിന് മുഴുവൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ ചെയ്തത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് മെയിലായിട്ടൊക്കെ ഇതിൻ്റെ ചെയ്തിട്ട് അപ്പം തന്നെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോട്ടോസായിട്ട് എനിക്കൊന്ന് അയച്ചു തരണം. എനിക്ക് കാണാമല്ലോ നിങ്ങൾ ആരൊക്കെ ചെയ്തു എന്നുള്ളത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഫസ്റ്റ് നമ്മളൊരു ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ തുടങ്ങുമ്പോൾ, അവിടത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുറിച്ച് ബേക്കിലേക്ക് ടൈറ്റാക്കി കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇത് ബേക്കിലേക്ക് ടൈ ചെയ്ത് ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റാക്കിയത് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, അപ്പം ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ഇത് കുറച്ച് ചെറുതായി തോന്നുന്നുണ്ടാവും, ഇതും രണ്ടും തമ്മിൽ ചെറുതായി തോന്നുന്നുണ്ടാവും. ഇത് കുറച്ച് തടിപ്പുള്ള യാണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇതും ചെയ്തത് തടിപ്പുള്ള യാണ് യൂസ് ചെയ്തിട്ടാണ്. ഈ റെഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് നേരിയ യാണാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ഇനി അടുത്തൊരു ഡിസൈന് ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് വീക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.